സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി, സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും കമ്മ്യൂണിറ്റി ബോർഡ് LGSന്റെ അടുത്തൊരു ക്യാപ്സ്യൂൾ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മൾ 11ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. 11ാമത്തെ ക്യാപ്സ്യൂൾ ആണ്. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആകുകയും റിവിഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് എക്സ്ട്രാ ആയിട്ട് പറയാനായിട്ടുണ്ട്, ഒരു സർപ്രൈസ് ആണ്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും ആലോചിച്ചുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കത് ലാസ്റ്റ് പറയാം. ഇപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ ആദ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഡാഷ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ PSC. സോ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? എൻ്റെ കൂടെ തന്നെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പഠിച്ച് വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നീടത്തേക്ക് നിങ്ങൾ ജസ്റ്റ് റിവിഷനിലേക്ക് പോയാൽ മാത്രം മതിയാകും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും, ചിലത് പുതിയതായിരിക്കും. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വരണം കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നമുക്കറിയാം ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ഈ ചോദ്യം കണ്ടാൽ വേറെ സംശയമൊന്നും വരത്തില്ലല്ലോ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ശ്രദ്ധിക്കണം, കേരളത്തിലെ എന്നാണ് ചോദ്യം, ഇന്ത്യയിലെ അല്ല. കേരളത്തിലെ എന്നാണ് ചോദ്യമെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് ചോദ്യമെങ്കിൽ MSK രാമസ്വാമിയാണ്. എന്താണ്? MSK രാമസ്വാമി. മറന്നു പോകരുത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ ആദ്യം എന്ന് കണ്ടാൽ MSK രാമസ്വാമിയാണ്. അടുത്ത ചോദ്യം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ്? മത്സരിച്ച എന്നാണ് വാക്ക്, ശ്രദ്ധിക്കണേ. മത്സരിച്ച അല്ലെങ്കിൽ വിജയിച്ച ആളെ അല്ല ചോദിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരെന്നാണ് ചോദ്യം. രണ്ടാമത്തെ മറ്റൊരു ചോദ്യം കൂടി, കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നേടിയ ആദ്യ മലയാളി ആരാണ്? ഈ രണ്ട് ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണുള്ളത്. അത് VR കൃഷ്ണയ്യർ ആണ്. VR കൃഷ്ണയ്യർ ആണ് കേട്ടോ. ശ്രദ്ധിച്ചു പഠിക്കണേ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അങ്ങ് ടോപ്പിലെ തെരഞ്ഞെടുപ്പല്ലേ, അതില് മത്സരിച്ച ആദ്യത്തെ മലയാളി ചോദിച്ചാൽ VR കൃഷ്ണയ്യർ ആണ്. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നേടിയ ആദ്യ മലയാളി, ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ആരാണ്? VR കൃഷ്ണയ്യർ ആണ്. അപ്പോ ഇത്രയും ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം പറഞ്ഞു തരാം. ഒന്ന് പറഞ്ഞേ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. VS അച്യുതാനന്ദനൊന്നും പോയി പറയല്ലേ കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ MSK രാമസ്വാമിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി എന്നോ അതുപോലെ കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നേടിയ ആദ്യ മലയാളി എന്നോ ചോദിച്ചാൽ VR കൃഷ്ണയ്യരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? മക്കളെ ശ്രദ്ധിക്കുക, ശങ്കരനാരായണൻ തമ്പി ആയിരുന്നു. കേരളത്തിലെ നിയമസഭയുണ്ടല്ലോ, ആദ്യമായിട്ടുള്ള കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ശങ്കരനാരായണൻ തമ്പി. ആരാണ്? ശങ്കരനാരായണൻ തമ്പി. ഇമാജിൻ ചെയ്ത് പഠിക്കുക. സ്പീക്കർ കസേരയിൽ ആരിയ്ക്കുന്നു? അവിടെ ഒരു നെയിം ബോർഡ് ഇരിക്കുന്നു, ശങ്കരനാരായണൻ തമ്പി. ആരാണ്? ശങ്കരനാരായണൻ തമ്പി. ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ മറന്നു പോകത്തില്ല. ദെൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC അംഗമായ ആദ്യ മലയാളി, അടിയോടടിയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. KG അടിയോടിയാണ്. UPSC അംഗമായ ആദ്യ മലയാളി. അംഗമായ ആദ്യ മലയാളി ആരാണ്? KG അടിയോടിയാണ്. മറ്റേതാരായിരുന്നു? ശങ്കരനാരായണൻ തമ്പി. എവിടെ ഇരിക്കുന്നു? കേരള നിയമസഭയിലെ സ്പീക്കർ അല്ലെ, സ്പീക്കർ ആയിട്ടിരിക്കുന്നു. ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. അടിയോടി. ഓക്കെ, അടിയോടടി. UPSC അംഗങ്ങൾ തമ്മിൽ അടിയോടടി. ഓക്കെ, അവിടെ ആദ്യത്തെ മലയാളി ഇരിപ്പുണ്ട്. KG അടിയോടിയാണ്. അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ശ്രദ്ധിക്കണേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ല, കേരള മനുഷ്യാവകാശ കമ്മീഷനാണ്. കേരളത്തിലെ ആദ്യത്തെ കാര്യമാണ് നമ്മൾ
പഠിക്കുന്നത്. സോ ബാക്കിയൊന്നും തമ്മിൽ മിക്സ് ചെയ്യരുത്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. അടുത്ത കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ, കേരള വിവരാവകാശം, വിവരം ഉള്ളത് പാലാട്ട് മോഹൻദാസിനാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ്. പാല് വിൽക്കുന്നവർക്ക് എന്താണ് ഇച്ചിരി വിവരം കൂടുതലാണ്, അതുകൊണ്ട് കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആക്കി എന്നൊക്കെ ചുമ്മാ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. ഇനി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ ആദ്യ മലയാളി, ഇന്ത്യയുടെ അറ്റോർണി, ഇന്ത്യക്കല്ലേ അറ്റോർണി ജനറൽ ഉള്ളത്, കേരളത്തിലാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ അല്ലേ. അപ്പൊ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ ആദ്യ മലയാളി ചോദിച്ചാൽ KK വേണുഗോപാലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു വേണുവിനെ ഓർത്തിരിക്കുക. ആ വേണു ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയ ആദ്യ മലയാളി, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ ആദ്യ മലയാളി എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? സുപ്രീം കോടതി എപ്പോഴും ചോദിക്കുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ചോദ്യം. ആദ്യം മലയാളി എന്നല്ല ചോദ്യം. ആദ്യ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആരുടെ പേര് പറയേണ്ടത്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പേര് പറയേണ്ടത്. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത കണ്ടാൽ മാത്രം ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പേര് പറയുക. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി, മത്സരിച്ച വ്യക്തിയെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ചോദിച്ചാൽ KR നാരായണനാണ്. മനസ്സിലായോ? മത്സരിച്ചതല്ല, ഇവിടെ എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്താണ്? KR നാരായണനാണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ചോദിച്ചാൽ, സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ല, ജഡ്ജിയായ വനിത നമ്മൾ പഠിച്ചു. ഇവിടെ ചോദിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരെന്നാണ്? അത് KG ബാലകൃഷ്ണനാണ്. ആരാണ്? KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി. അടുത്ത ചോദ്യം നോക്കിക്കേ. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? മുമ്പ് ലോക്സഭയിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? നാമനിർദ്ദേശം ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസിനെയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടെ ആദ്യത്തെ മലയാളിയുടെ കാര്യമാണ് ചോദ്യം. അത് ചാൾസ് ഡയസ് ആണ്. ആരാണ്? ചാൾസ് ഡയസ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി KR നാരായണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, സുപ്രീം കോടതി ജഡ്ജി അല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെയെങ്കിൽ KG ബാലകൃഷ്ണനാണ്. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചോദിച്ചാൽ ചാൾസ് ഡയസ് ആണ്. അവിടെ ഡൈസ് ഇട്ട് തെരഞ്ഞെടുത്തു എന്ന് ചുമ്മാ അങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ മലയാളി, കണ്ടോ നമ്മളിവിടെ സുപ്രീം കോടതി ജഡ്ജി ആണ്, അതുപോലെ തന്നെ പദവിയിലെത്തിയ ആദ്യ മലയാളി എന്നാണ് ചോദ്യം. ഉടനെ ഫാത്തിമ ബീവിയുടെ പേര് കാണും, അതല്ല. ഓക്കെ, വനിതയാണ്, ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. എന്നാൽ സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ K പാറക്കുളങ്ങര ഗോവിന്ദ മേനോനാണ്. ആരാണ്? K പാറക്കുളങ്ങര ഗോവിന്ദ മേനോനാണ് സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ വനിത ഫാത്തിമ ബീവിയും പദവിയിലെത്തിയ ആദ്യ മലയാളി K പാറക്കുളങ്ങര ഗോവിന്ദ മേനോനാണെന്ന് ഓർത്തിരിക്കുക. സ്പീഡ് കൂടുതലാണെങ്കിൽ ആ പ്ലേ ബാക്ക് സ്പീഡിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്പീഡിലിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ, ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി. മക്കളെ, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പറ്റിയിട്ടായിരുന്നു. ഇവിടെ കേരളം എന്നുള്ള വാക്കില്ല, പകരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര തലത്തിലുള്ള ഇലക്ഷൻ കമ്മീഷണറെ ആണ് കേട്ടോ. അപ്പോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ചോദിച്ചാൽ അത് TN ശേഷനാണ്. ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി? TN ശേഷനാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? KV സൂര്യനാരായണ അയ്യരാണ്. ആരാണ്? KV സൂര്യനാരായണ അയ്യരാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ. ഒന്നുകൂടെ, കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ സൂര്യനാരായണ അയ്യരാണ്. ശങ്കരനാരായണൻ തമ്പിയും തമ്മിൽ മാറിപ്പോകരുത്. സൂര്യനാരായണ അയ്യരാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ചോദിച്ചാൽ TN ശേഷനാണ്.
സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ പാറക്കുളങ്ങര ഗോവിന്ദ മേനോനാണെന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ KP ഗോവിന്ദ മേനോൻ എന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുന്നത്. സോ രണ്ടും സെയിം ആണ് കേട്ടോ. ഓക്കെ, ഇനി കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ്. ആരാണ്? ജോൺ മത്തായി ആണ്. ഇനി INC പ്രസിഡന്റ് ആയ ആദ്യ മലയാളി എന്നോ ഏക മലയാളി എന്നോ ചോദിച്ചാൽ C ശങ്കരൻ നായരാണ്. ശ്രദ്ധിക്കണേ, INC പ്രസിഡന്റ് ആയ ആദ്യ മലയാളി അല്ലെങ്കിൽ INC പ്രസിഡന്റ് ആയ ഏക മലയാളി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയേണ്ടത്? നമ്മള് C ശങ്കരൻ നായരാണ്. ശങ്കരനാരായണൻ തമ്പി അല്ല, C ശങ്കരൻ നായരാണ്. ഇനി ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ചോദിച്ചാൽ MGK മേനോനാണ്. ഓക്കെ, ആരാണ്? ISRO ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? MGK മേനോനാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ്. INC പ്രസിഡന്റ് ആയ ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി ചോദിച്ചാൽ C ശങ്കരൻ നായരാണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി ചോദിച്ചാൽ MGK മേനോനാണ്. ഇത് എഴുതിയെടുക്കണേ. എഴുതിയെടുത്തിട്ട് ഇരുന്ന് കുറച്ച് വീതം പഠിക്കണം കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ DGP ആരാണ്? കേരളത്തിലെ ആദ്യത്തെ DGP T അനന്തശങ്കര അയ്യർ ആണ്. ആരാണ്? T അനന്തശങ്കര അയ്യർ ആണ് കേരളത്തിലെ ആദ്യത്തെ DGP. ഇനി കേരള പോലീസിൽ ആദ്യത്തെ IG ആരെന്ന് ചോദിച്ചാൽ N ചന്ദ്രശേഖരൻ നായരാണ്. പേരുകളൊക്കെ അങ്ങോട്ട് അയ്യരും നായരും ഒക്കെ വരുന്നത് കൊണ്ട് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ എഴുതിയെടുത്തിട്ട് ഒരു 5 എണ്ണം വീതം ഓരോ ദിവസങ്ങളായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ നിന്നാലായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. കുറച്ച് വീതം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കേരള പോലീസിലെ ആദ്യത്തെ IG N ചന്ദ്രശേഖരൻ നായരാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ജസ്റ്റിസ് KT കോശിയാണ്. ഓക്കെ, ശേഷനെയും കോശിയൊക്കെ തമ്മിൽ മാറിപ്പോലും കേട്ടോ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് KT കോശി. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ബി രാമകൃഷ്ണ റാവു ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു ആണ് കേട്ടോ. അപ്പൊ PSCയുടെ കുറെ എപ്പോഴും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സ്ഥിരം ചോദിക്കാറുള്ളതാണ്. സർദാർ KM പണിക്കരാണ്. കേരള നിയമസഭയിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ M ഉമേഷ് റാവു ആണ്. ആരാണ്? M ഉമേഷ് റാവു ആണ് കേരള നിയമസഭയിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി. ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ആണ്. അല്ല, എല്ലാവർക്കും അറിയാലോ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കരാണ്. കേരള നിയമസഭയിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി M ഉമേഷ് റാവു ആണ്. ആൻഡ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു ആണ്. ഞാൻ അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള ഗവർണറായ ആദ്യ മലയാളി. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഗവർണറെ പറ്റി നമ്മൾ പഠിച്ചു. ഇപ്പൊ ചോദിക്കുന്നത് കേരള ഗവർണറായ ആദ്യ മലയാളി ആരെന്നാണ്. അപ്പോൾ ചോദ്യം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരുമിച്ച് എഴുതി പഠിച്ചു വെച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ അല്ല, കേരള ഗവർണറായ ആദ്യ മലയാളിയാണ് ചോദ്യമെങ്കിൽ വി വിശ്വനാഥനാണ്. ഓക്കെ, ഇനി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആണെങ്കിൽ VK കൃഷ്ണ മേനോനാണ് കേട്ടോ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ചോദിച്ചാൽ VK കൃഷ്ണ മേനോനാണ്. കുറെ കൃഷ്ണനെയും കണ്ടതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടോ. പേരുകളായാണ്, സ്വാഭാവികമാണ്, എല്ലാവർക്കും അത് തിരിഞ്ഞും മറിഞ്ഞും പോകും. അതുകൊണ്ടാണ് പറയുന്നത് എടുത്തിട്ട് അടുത്ത ക്യാപ്സ്യൂൾ സെഷൻ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കണം. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ അടുത്ത ക്യാപ്സ്യൂൾ കാണാനായിട്ട് വരാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി കേരള ഗവർണർ ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ചോദിച്ചാൽ അത് VV ഗിരി. എപ്പോഴും PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. കേരള ഗവർണർ ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി VV ഗിരിയാണ്. ആൻഡ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ R ശങ്കർ ആണ്. ആരാണ്? R ശങ്കർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? R ശങ്കർ ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ സമയമെടുത്ത് പഠിക്കേണ്ടുന്ന ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നിങ്ങൾ സമയമെടുത്ത് തന്നെ പഠിക്കുക. കേരളത്തിലെ ആദ്യം എന്നുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് എഴുതിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? കുറച്ച് വീതം ഒരു 5 എണ്ണം വീതം പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് പറയട്ടെ. നമ്മൾ ക്യാപ്സ്യൂളിനകത്ത് സ്ഥിരമായിട്ട് കുറെ പേര് കമന്റ് ഇടുന്നുണ്ട്, നമ്മുടെ സ്പെഷ്യൽ ബാച്ച്, കമ്പനി ബോർഡ് LGSന്റെ സ്പെഷ്യൽ ബാച്ച് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ജനുവരി 1-ാം തീയതി എൻ്റെ സ്പെഷ്യൽ
മാസത്തിൽ കമ്പനി ബോർഡ് LGSന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്നോടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. രാവിലെയും വൈകിട്ടും ഒക്കെ ലൈവ് സെഷൻസ് ഉണ്ടാകും, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, PDF നോട്ടുകൾ ഉണ്ടാകും, നിങ്ങളെ ഫുൾ ടൈം മെന്റർ ചെയ്യുന്നതിന് വേറൊരു മെന്റർ ഉണ്ടാവും, ഒപ്പം ഞാനുണ്ടാകും. പിന്നെ കുറെ കാര്യങ്ങൾ, എക്സാംസും അതുപോലെ റാങ്ക് ലിസ്റ്റും അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ കിട്ടും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ എൻട്രിയുടെ ചാനൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ആ ചാനലിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ആ ഒരു ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ബാച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വീതം ഇതേപോലുള്ള ക്യാപ്സ്യൂൾ സെഷൻസ് പഠിച്ച് വരിക. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ബേസ് ചെയ്ത് ഈ ഒരു ചാനലിൽ വരുന്ന ബാക്കിയുള്ള വീഡിയോസും എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക്